നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമായി വരികയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗം. പോലീസ് സേനയിലെ ക്രിമിനലുകളെ കോൺഗ്രസ് നേരിടുമെന്നും ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി ഹോട്ടൽ ഉടമ. മർദ്ദനത്തിനു പുറമെ ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപണം. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം നാടെങ്ങും ആഘോഷിക്കുന്നു. ഗുരുദർശനങ്ങൾ എന്നും സമൂഹത്തിന് വഴികാട്ടി. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞതായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പീച്ചി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇത്തരം കളകളെ പറിച്ചെറിയണം. കളകൾ പറിച്ചെറിയാൻ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധിതരാകും. ഇത്തരം പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് സൂചനയുള്ള സ്റ്റേഷനുകളിൽ വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ആവശ്യപ്പെടുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പോലീസ് സേനയുടെ കുന്നംകുളം നടന്നത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഇത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഈ പീച്ചി സംഭവത്തിലൂടെ തെളിയുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളത്ത് മർദ്ദിച്ചപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ ജീവനക്കാരെയും അതിൻ്റെ ഉടമയുടെ മകനെയുമാണ് മർദ്ദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പോലീസ് നയത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി മർദ്ദനത്തിന് എതിരാണ്, അത് നിയമത്തിനെതിരാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി ഹോട്ടൽ ഉടമ. ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും ഹോട്ടൽ ഉടമ KP ഔസേഫ് ആരോപിക്കുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഹോട്ടൽ ഉടമ KP ഔസേപ്പ് രംഗത്തെത്തിയത്. മകനെയും ജീവനക്കാരനെയും SI PM രതീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. മാത്രമല്ല, ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നൽകിയില്ലെങ്കിൽ പോക്സോ, വധശ്രമ വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും KP ഔസേപ്പ് ആരോപിക്കുന്നു. സംഭവത്തിന് ശേഷം പോലീസുകാർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഔസേപ്പ് പറഞ്ഞു. SIയെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. കൊടുത്ത പരാതി അപ്പം തന്നെ ഞാൻ ആ പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും മെയിലായും കൊടുത്തു, പിന്നെ രജിസ്റ്റേർഡായും കൊടുത്തു. ഈ 1.5 വർഷത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും നടപടി എടുത്തോ? 1.5 വർഷത്തിനിടയിൽ ഈ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പണം വാങ്ങിയവനെ അറസ്റ്റ് ചെയ്യുകയും അവനെ 2 ദിവസം റിമാൻഡിൽ പോയി. പക്ഷേ ഇവർക്ക് പണം റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ ഇവരുടെ വീട്ടിൽ പോയി അവർ സെർച്ച് ചെയ്യാൻ നടത്തി, അവർക്ക് പണം കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അറസ്റ്റ് ചെയ്യാൻ ജാമ്യം കിട്ടുകയും പുറത്തിറങ്ങുകയുണ്ടായി. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കിട്ടി, ഇപ്പോൾ CI ആയി. അദ്ദേഹം എൻ്റെ ജീവനക്കാരെ മർദ്ദിക്കുക, എൻ്റെ മകനെയൊക്കെ ഇതേ രീതിയിൽ അക്രമം ചെയ്ത ഈ പോലീസുകാരന്, ഈ SI PM രതീഷിന് എന്തുണ്ടായെന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. അതായത് കമ്മീഷണർ, നമ്മുടെ ജില്ലാ മേധാവിയുടെ അടുത്ത് എൻ്റെ പരാതി നിലനിൽക്കുന്നു. എൻ്റെ പരാതി ഞാൻ DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന് ചെറുതുരുത്തിയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ കൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ഗുരുവിന്റെ 171ാം ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾ എന്നും സമൂഹത്തിന് വഴികാട്ടിയാണ്. എല്ലാത്തരം സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരു
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്നു. വിഭാഗീയതകളുടെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. എല്ലാതരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനാണ് ഗുരു പോരാടിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ഗുരു സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വിധിയാണെന്ന് കരുതി മാനസിക അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തൻ ഉണർവ് നൽകി. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവംകോട്ടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ. പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതി വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന കാലമാണിത്. ഗുരുദേവ ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കാൻ കഴിയണം. മനുഷ്യരാശിയുടെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കാണ് എന്നും ഗുരുദർശനങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെയാണ് ലോകമെങ്ങും ആഘോഷിക്കുന്നത്. ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും ശിവഗിരി മഠം ശാഖാ സ്ഥാപനങ്ങളിലുമെല്ലാം വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. SNDP നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ രാവിലെ മുതൽ സജീവമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് വെസ്റ്റ് യൂണിയൻ മാങ്കുറിശ്ശി ശാഖയുടെ നേതൃത്വത്തിൽ 171ാമത് ശ്രീനാരായണ ഗുരു ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗുരുപൂജയ്ക്ക് ശേഷം യോഗം ഡയറക്ടർ TC സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് ഘോഷയാത്ര മാങ്കുറിശ്ശി ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KM കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സൂര്യനാരായണൻ കക്കോട്, KS സുദേശ്, VI വേലായുധൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുരോഗമന കലാസാഹിത്യ സംഘം ഷൊർണൂർ യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കാസ മേഖലാ കമ്മിറ്റി അംഗവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KM ലക്ഷ്മണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പൂക്കാസ യൂണിറ്റ് പ്രസിഡന്റ് V ഹേമലത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V വേണുഗോപാലൻ, മേഖലാ കമ്മിറ്റി അംഗം K മുരളി, A സ്വയംപ്രഭ, ജമീല, ബാലരവി, P ഹരിദാസ്, A ആറുമുഖൻ, ഷെറിൽ നാസർ, റോണി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജെറിൻ, നഹാർ, മറിയം, ജമീല, അബ്ദുൽ നാസർ, മാഹിർ ചെറുതുരുത്തി, പ്രസീല, ഷീന, രഞ്ജിത്ത്, U രാഘവൻ, മാളുട്ടി, സിനി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ടായി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SNDP യോഗം പാലക്കാട് വെസ്റ്റ് യൂണിയൻ തേനൂർ ശാഖയുടെ 46ാം വാർഷിക പൊതുയോഗവും ശാഖാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം പഞ്ചായത്തിലെ എമ്പ്രാന്തിരി മഠം വാഴത്തൊടി പുലരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം VP പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. KP മല്ലിക, KP രാജൻ, VP ഗിരീഷ്, VP സുധീഷ്, VP ദത്തൻ, VP സുബ്രഹ്മണ്യൻ, K ചിത്ര, K അരുൺ, P ധനരാജൻ, PV ധനരാജൻ, VP ഉണ്ണികൃഷ്ണൻ, A ലത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമായി വരികയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. PG മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗം. പോലീസ് സേനയിലെ ക്രിമിനലുകളെ കോൺഗ്രസ് നേരിടുമെന്നും ജോസഫ് ടാജറ്റ്. PG മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി ഹോട്ടൽ ഉടമ. മർദ്ദനത്തിനു പുറമെ ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപണം. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം നാടെങ്ങും ആഘോഷിക്കുന്നു. ഗുരുദർശനങ്ങൾ എന്നും സമൂഹത്തിന് വഴികാട്ടി.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.